നമസ്കാരം. ഈ വണ്ടിയിലെ പ്ലാസ്റ്റിക് ലാഡിങ് കണ്ടില്ലേ? ഇത് മിക്കവാറും എല്ലാ എസ് യു വികളിലും ഈ പ്ലാസ്റ്റിക് ലാഡിങ്സ് ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് കോമ്പാക്ട് എസ് യു വികളിലും ഇതേപോലുള്ള പ്ലാസ്റ്റിക് ലാഡിങ്സ് കമ്പനികൾ കൊടുക്കാറുണ്ട്. ഈ പ്ലാസ്റ്റിക് ലാഡിങ് എന്തിനാ ഇങ്ങനെ, അല്ലെങ്കിൽ കമ്പനിക്ക് ഇത് പെയിൻ്റ് അടിച്ച് ഇറക്കിക്കൂടെ, അല്ലെങ്കിൽ ഇത് ഇല്ലാണ്ട് ഇറക്കിക്കൂടെ എന്നൊക്കെ നിങ്ങൾ പലരും ആലോചിക്കാറുണ്ടാവും. ഇങ്ങനെ ആലോചിക്കാനുള്ള മെയിൻ റീസൺ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ്. ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ലാഡിങ്സ് എസ് യു വികൾക്കാണ് കൂടുതലും കൊടുക്കാറുള്ളത്. അങ്ങനെ കൊടുക്കുന്നതിന് പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. എസ് യു വികൾ ഇറക്കുന്നത് ഓഫ് റോഡിലും കൂടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഓഫ് റോഡ് പോകുമ്പോൾ അറിയാലോ, നമുക്ക് കല്ലുണ്ടാവും, അതേപോലെ മരത്തിൻ്റെ കമ്പുകൾ, ഇതെല്ലാം തട്ടിയിട്ട് വണ്ടിയുടെ താഴ്ഭാഗങ്ങളിൽ നന്നായിട്ട് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. ഈ ഡാമേജസ് മെറ്റൽ ഏരിയസിലാണെങ്കിൽ അത് നമുക്ക് റിപ്പയർ ചെയ്ത് പെയിൻറ്റ് ചെയ്യാൻ തന്നെ നല്ലൊരു കോസ്റ്റ് വരും. അതേപോലെ തന്നെ മെറ്റൽ പെയിൻറ്റഡ് ഏരിയാസിൽ സ്ക്രാച്ചസ് വരാനും നല്ല എളുപ്പമുണ്ട്. പക്ഷേ വണ്ടിയുടെ താഴ്ഭാഗത്ത് പ്ലാസ്റ്റിക് ലാഡിങ്ങിലാണെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകളില്ല. കാരണം പ്ലാസ്റ്റിക് ലാഡിങ്ങുകളിൽ സ്ക്രാച്ചസ് എളുപ്പത്തിൽ വരില്ല, അതുപോലെ ഡാമേജസ് കുറവായിരിക്കും. ഇത് റീപ്ലേസ്മെൻറ്റ് വേണ്ടി വന്നാൽ തന്നെ അത്രയ്ക്ക് കോസ്റ്റ് വരില്ല. എസ് യു വികൾ പോലെ തന്നെ ഇപ്പോൾ കോമ്പാക്ട് എസ് യു വികളിലും ഈ പ്ലാസ്റ്റിക് ലാഡിങ്സ് വരാറുണ്ട്. നമുക്ക് മെറ്റൽ പാർട്സിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കത് പ്ലാസ്റ്റിക് ലാഡിങ്സ് മെയിൻ്റനൻസ് കുറവാണ്. എന്നാലും ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ടാഗ് ചെയ്യൂ.